നമസ്കാരം. കേരളം മുന്നോട്ട് കുതിക്കുമ്പോൾ ആ നേട്ടങ്ങളുടെയും വികസന സ്വപ്നങ്ങളുടെയും നേർക്കാഴ്ചയൊരുക്കി രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേള ചരിത്രമുറങ്ങുന്ന പാലക്കാടൻ മണ്ണിലും അരങ്ങേറി. മെയ് 4 മുതൽ 10 വരെ പാലക്കാട് ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിന് സമീപത്തെ മൈതാനം അറിവിൻ്റെയും അതിജീവനത്തിൻ്റെയും സംരംഭകത്വത്തിൻ്റെയും ഒരു മഹാസംഗമ വേദിയായി. ആ 7 രാപ്പകലുകളുടെ വർണ്ണക്കാഴ്ചകളിലേക്ക് പാലക്കാടിൻ്റെ ഉത്സവ ഹൃദയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഏതൊരു വലിയ സംരംഭത്തിനും ഒരു തുടക്കമുണ്ടാകുമല്ലോ. പാലക്കാട്ടെ എൻ്റെ കേരളം മേളയ്ക്ക് തിരിതെളിഞ്ഞത് മെയ് 4-നായിരുന്നു. പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെയാണ് മേളയ്ക്ക് തുടക്കം കുറിച്ചത്. മേള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. MLA-മാർ, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, ഉദ്യോഗസ്ഥ പ്രമുഖർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായാണ് ജില്ലകൾ തോറും എൻ്റെ കേരളം പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നത്. പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് മൈതാനത്ത് 7 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശന വിപണന മേള വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും 250 സ്റ്റാളുകളാണ് എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലുള്ളത്. പ്രദർശനത്തിൽ തൊഴിൽമേള, കുട്ടികൾക്കും കൗമാരക്കാർക്കുമുള്ള സൗജന്യ കൗൺസിലിംഗ്, സംരംഭകർക്കായുള്ള ഹെൽപ്പ് ലൈൻ സെന്റർ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി MB രാജേഷ് അധ്യക്ഷനായി. MLA-മാരും മറ്റ് ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുത്തു. ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം അറിവിന്റെയും വിനോദത്തിന്റെയും വാതായനങ്ങൾ പൊതുജനങ്ങൾക്കായി തുറന്നു. ഏകദേശം 250 സ്റ്റാളുകളാണ് മേളയുടെ ഭാഗമായി ഒരുക്കിയിരുന്നത്. നമുക്ക് ഓരോന്നിലേക്കും കടക്കാം. എൻ്റെ കേരളം മേളയുടെ ഹൃദയമെടുപ്പ് അതിലെ വൈവിധ്യമാർന്ന സ്റ്റാളുകളായിരുന്നു. സർക്കാർ വകുപ്പുകളുടെ സേവനങ്ങളും നേരിട്ടറിയാനും സംരംഭകത്വത്തിൻ്റെ പുതിയ സാധ്യതകൾ കണ്ടെത്താനും നാടിൻ്റെ തനത് ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാനും ഇവിടെ അവസരമൊരുങ്ങി. മേളയിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ കാഴ്ചക്കാരുടെ മനം കവർന്നത് പ്രകൃതിയോടിണങ്ങിയ മുള ഉൽപ്പന്നങ്ങളുടെ സ്റ്റാളായിരുന്നു. പൈതൃകത്തിൻ്റെ ചാരുതയും ആധുനികതയുടെ ഭംഗിയും ഒത്തുചേർന്ന ഈ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാരേറെയായിരുന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപത്തെ മൈതാനത്ത് നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണനമേളയിലാണ് കാഴ്ചക്കാരുടെ കണ്ണും മനസ്സും കുളിർപ്പിക്കുന്ന മുള കൊണ്ടുണ്ടാക്കിയ അതിമനോഹര അലങ്കാര ലൈറ്റ് കേസുകളുടെ കാഴ്ച. മുള ഉപയോഗിച്ച് നിർമ്മിച്ച ലാമ്പ് കേസുകളുടെയും മറ്റ് മൂല്യവർദ്ധിത വസ്തുക്കളുടെയും പ്രദർശനവും വിപണനവുമാണ് ഈ സ്റ്റാളിൽ ക്രമീകരിച്ചിരിക്കുന്നത്. വിന്റേജ് മോഡലുകളിൽ കൂടുതലായി നിർമ്മിച്ച ഈ മുള ഉൽപ്പന്നം ആദ്യ കാഴ്ചയിൽ തന്നെ ആരുമൊന്ന് നോക്കി നിന്നു പോകും. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പരമാവധി കുറച്ച് പ്രകൃതി സൗഹൃദ മാതൃക തീർക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു. ഇതിൽ നമ്മൾ ബാമ്പു കൊണ്ടുള്ള വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ്, അതുപോലെ മൂല്യവർദ്ധിത വസ്തുക്കൾ, വാല്യൂ അഡീഷണൽ ആയിട്ടുള്ള വസ്തുക്കളാണ് നമ്മൾ ചെയ്യുന്നത്. ബാമ്പുവിൻ്റെ ലൈറ്റുകൾ, അതുപോലെ തന്നെ ബാമ്പുവിൻ്റെ പ്ലാന്റേഴ്സ്, ട്രേ, അങ്ങനെയുള്ള യൂട്ടിലിറ്റി പ്രോഡക്ട്സുകളും ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഹാൻഡ് മെയ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. കൂടുതൽ പ്രോഡക്ട്സുകളും ഹാൻഡ് മെയ്ഡ് പ്ലസ് ഒരു മിഷനറിയുടെ സപ്പോർട്ടോടുകൂടിയാണ് ചെയ്യുന്നത്. എല്ലാം ബാമ്പുവിനെ സ്പ്ലിറ്റ് ചെയ്ത് ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കി മാറ്റിയ ശേഷം അത് വെച്ചിട്ടാണ് നമ്മൾ പ്രോഡക്റ്റുകളെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. ഷോ ലൈറ്റിന് പുറമെ മുള കൊണ്ട് നിർമ്മിച്ച പേന, പ്ലേറ്റ്, മറ്റ് മുളച്ചെടികൾ മുതലായവയും ഇവിടെ ലഭ്യമാണ്. ഏത് അടിയന്തര സാഹചര്യത്തിലും നമുക്ക് ആശ്രയമായ ഫയർ ആൻഡ് റെസ്ക്യൂ സേനയുടെ സ്റ്റാളായിരുന്നു മേളയിലെ മറ്റൊരു പ്രധാന ആകർഷണം. അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സുരക്ഷാ മുൻകരുതലുകളെക്കുറിച്ചും ഇവിടെ നിന്നും നേരിട്ടറിയാൻ സാധിച്ചു.
സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപത്തെ മൈതാനത്ത് നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണനമേളയിലാണ് ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ വലിയ സ്റ്റാളിൽ എല്ലാ ഉപകരണങ്ങളും സന്ദർശകർക്കായി ഒരുക്കിയിട്ടുള്ളത്. വെള്ളം ചീറ്റാനായി ഉപയോഗിക്കുന്ന വലിയ പമ്പ് മുതൽ വടങ്ങളിൽ കെട്ടുന്ന വിവിധതരം കെട്ടുകൾ വരെ ഇവിടെ പ്രദർശനത്തിലുണ്ട്. റെസ്ക്യൂ ടീം ധരിക്കുന്ന സ്പെഷ്യൽ ജാക്കറ്റുകളും ബുള്ളറ്റിൽ ക്രമീകരിച്ച റെസ്ക്യൂ വാഹനവും സ്റ്റാളിൽ ശ്രദ്ധ ആകർഷിക്കുന്നു. ഒരു മനുഷ്യന് കൃത്യമായ രീതിയിൽ എങ്ങനെ ഫസ്റ്റ് എയ്ഡ് നൽകാമെന്നും അടുക്കളയിലെ ഗ്യാസ് സിലിണ്ടറുമായുള്ള പ്രശ്നങ്ങളിൽ എങ്ങനെ ഇടപെടാമെന്നും സ്റ്റാളിൽ വിശദീകരിച്ച് നൽകുന്നുണ്ട്. എല്ലാം ഒരു കുടക്കീഴിൽ അണിനിരത്തി പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനോടൊപ്പം പാലക്കാട് ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ പ്രവർത്തനങ്ങളും സ്റ്റാളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സിലിണ്ടർ ലീക്കായാൽ എന്ത് ചെയ്യണം, അതുപോലെ CPR, അതായത് ഒരാൾക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങളുണ്ടായി CPR കൊടുക്കുന്ന രീതി, അതുപോലെ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയാൽ എന്ത് ചെയ്യണം, ചോക്കിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടും പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ സ്റ്റാളിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. പാലക്കാട് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മയിലെത്തുന്ന മാമ്പഴക്കാലം. മുതലമടയിലെ കർഷകർ ഒരുക്കിയ മാമ്പഴ വൈവിധ്യം മേളയിലെത്തിയവർക്ക് നവ്യാനുഭവമായി. ഒരു മാങ്ങയുടെ തൂക്കം 1 കിലോയോളം വരും, ചിലത് അതിലും കൂടും. ഇങ്ങനെ വലുതും ചെറുതുമായ 34 പരം മാങ്ങകളാണ് എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലെ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ സ്റ്റാളിലെ ശ്രദ്ധേയമായ താരം. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപത്തെ മൈതാനിയിൽ പ്രദർശനം കാണാനെത്തുന്ന പലരും ഇതുവരെ കേട്ടിട്ട് പോലുമില്ലാത്ത മാങ്ങകളുടെ വൈവിധ്യമാണ് ഇവിടെയുള്ളത്. എല്ലാം തന്നെ മുതലമടയിലെ കർഷകർ കൃഷി ചെയ്ത് വികസിപ്പിച്ചവയാണെന്ന പ്രത്യേകതയുമുണ്ട്. പാലക്കാടൻ തനിമ എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന സ്റ്റാളിൽ അപൂർവ നെൽവിത്തുകളുടെ ശേഖരവും പ്രദർശനത്തിനായുണ്ട്. കേരള കാർഷിക ചരിത്രത്തിൽ അതുല്യമായ സ്ഥാനമുള്ള ഒരു ജില്ലയാണ് നമ്മുടെ പാലക്കാട്. അതിൽ നമ്മൾ ഇവിടെ ഒരു തീം എന്ന് പറയുന്നത് പാലക്കാടൻ തനിമ എന്നുള്ള ഒരു തീമാണ്. 34ഓളം മാംഗോ വെറൈറ്റീസ് നമ്മളെ മുതലമടയിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഇനിയുള്ള ഒരു സമൂഹത്തിന് ഇത്രയും മാംഗോ വെറൈറ്റീസ് ഇവിടെ ഉണ്ട് എന്ന് അറിയാനുള്ള ഒരു സഹായകമാകും. ഇത് നമുക്കറിയാം, നമ്മുടെ വയൽനാടിന് ഏറ്റവും കൂടുതൽ നെല്ലാണ് നമ്മുടെ പ്രധാന വിള. കൂടുതലും ഇപ്പോഴത്തെ കുട്ടികൾക്കാണെങ്കിലും ഇപ്പോഴത്തെ സമൂഹത്തിനാണെങ്കിലും അത് അറിയാതെ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള മെഡിസിനൽ വാല്യൂസ് ഉള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെല്ല് വെറൈറ്റീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ നവര പോലുള്ള പലതരത്തിലുള്ള വെറൈറ്റീസ് ഇവിടെ വെച്ചിട്ടുണ്ട്. മാലിന്യമുക്തമായ ഒരു നാളേക്കായി ഹരിത കേരള മിഷനും ശുചിത്വ മിഷനും ഒരുക്കിയ സ്റ്റാളുകൾ ഏറെ ശ്രദ്ധേയമായി. നൂതനമായ മാലിന്യ സംസ്കരണ രീതികൾ ഇവിടെ പരിചയപ്പെടുത്തി. രണ്ടാം LDF സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപത്തെ മൈതാനത്ത് ഹരിത കേരള മിഷൻ ഒരുക്കിയ സ്റ്റാളിൽ മാലിന്യ സംസ്കരണത്തിന്റെ വിവിധ മാതൃകകൾ ഒരുക്കിയിരിക്കുകയാണ്. മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാൻ ഉതകുന്ന കാര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അതിമനോഹരമായ 2 മിനിയേച്ചർ മോഡലുകളാണ് ഇതിനായി ക്രമീകരിച്ചിട്ടുള്ളത്. വിവിധ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുള്ള അവബോധം പൊതുജനങ്ങളിലേക്ക് സൃഷ്ടിക്കാൻ ഉതകുന്ന കാര്യങ്ങളാണ് ഇതിൽ ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ 2 മിനിയേച്ചർ മോഡലുകൾ നമ്മളിതിൽ ഒരുക്കിയിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് അജൈവ മാലിന്യ സംസ്കരണ സംവിധാനം ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ MCF മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഷൊർണൂർ നഗരസഭ സംസ്ഥാനത്ത് തന്നെ മാതൃകാപരമായി ഒരുക്കിയിട്ടുള്ള സംവിധാനമാണ്. അതിൻ്റെ ഒരു മിനിയേച്ചർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാലക്കാട് നഗരസഭ കേരളത്തിൽ ആദ്യമായി ചെയ്ത സാനിറ്ററി, നമ്മുടെ ഡയപ്പർ പോലെയുള്ള മാലിന്യ സംവിധാനങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള പ്ലാന്റ്, കമ്മ്യൂണിറ്റി ലെവൽ പ്ലാന്റ് നമ്മുടെ കൂട്ടുപാതയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ മിനിയേച്ചർ മോഡൽ നമ്മൾ ഈ സ്റ്റാളിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഒന്ന് അജൈവ മാലിന്യ സംസ്കരണ സംവിധാനമായ ഷൊർണൂർ നഗരസഭ കേരളത്തിൽ ആദ്യമായി രൂപകൽപ്പന ചെയ്ത മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റിയാണ്. മറ്റൊന്ന് പാലക്കാട് നഗരസഭ കേരളത്തിൽ ആദ്യമായി ചെയ്ത സാനിറ്ററി സംസ്കരണ പ്ലാന്റിന്റെ രൂപമാണ്. കൂടാതെ നിരോധിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണെന്നും അതിനുള്ള ബദൽ സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്നും ഹരിത കേരള സ്റ്റാളിൽ വിവരിക്കുന്നുണ്ട്. കുരുന്നു പ്രതിഭകളുടെ സർഗശേഷി വിളിച്ചോതുന്നതായിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സ്റ്റാൾ. ശാസ്ത്ര കൗതുകങ്ങളും കലാവിരുന്നുകളും ഇവിടെ ഒത്തുചേർന്നു. എൻ്റെ
കേരളം പ്രദർശന വിപണന മേളയിൽ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ മികവുറ്റ നൂതന സാങ്കേതിക വിദ്യകളുടെ കൂടിച്ചേരലുകളാണ് പ്രധാനമായും പ്രദർശിപ്പിക്കുന്നത്. മഴ പെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി അടയുന്ന അഴ മുതൽ തീയിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്ന വീടുവരെ കുട്ടികളുടെ മികവിൽ ഉരുത്തിരിഞ്ഞതാണ്. സാർ, ഇതൊരു സാധാ വീടല്ല, ഇതൊരു സ്മാർട്ട് വീടാണ്. കാരണം എല്ലാം കൊണ്ടും ഒരു സ്മാർട്ട് ആയിട്ടുള്ളൊരു വീടാണ്. കാരണം നമ്മൾ ഡോറ് തുറക്കുമ്പോൾ നമ്മൾ കൈ കൊണ്ട് തുറക്കേണ്ട ആവശ്യമില്ല. ഇത് ഓണറിൻ്റെ കയ്യിൽ ഒരു കാർഡ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി ഈ കാർഡ് കാണിച്ചാൽ തന്നെ ഡോർ ഓട്ടോമാറ്റിക്കായി തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ വീട്ടമ്മമാർ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നമാണ് മഴക്കാലത്ത് തുണി അയിൽ തോരിയിട്ടതിന് ശേഷം മഴ നനയുന്നത്. അതിനൊരു ഞങ്ങൾ കണ്ടുപിടിച്ച ഒരു ഐഡിയ ആണ്. വെള്ളം വല്ലതും തട്ടിയ ഈ സെൻസർ തട്ടിയ ഓട്ടോമാറ്റിക്കായിട്ട് സൺഷൈഡിനുള്ളിൽ ഡ്രസ്സ് പോകും. പിന്നെ വെള്ളം പോയതിനു ശേഷം മാത്രമാണ് ഡ്രസ്സ് പിന്നെയും വരുള്ളൂ. കുട്ടികളുടെ കലാപരിപാടികളും ക്വിസ് മത്സരങ്ങളും കൊണ്ട് നിറഞ്ഞതായിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സ്റ്റാളുകൾ. ജയിൽ വകുപ്പിന്റെ സ്റ്റാൾ കാഴ്ചക്കാർക്ക് വേറിട്ടൊരു അനുഭവമാണ് സമ്മാനിച്ചത്. ജയിലിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പുനരധിവാസ ശ്രമങ്ങളെക്കുറിച്ചും ഇവിടെ നിന്നും മനസ്സിലാക്കാം. വധശിക്ഷ നടപ്പിലാക്കുന്നതിനുള്ള സംവിധാനമായ തൂക്കുമരത്തിന്റെ മാതൃകയാണ് മേളയിൽ എത്തുന്നവരുടെ എല്ലാം ശ്രദ്ധയാകർഷിച്ചത്. ജയിലിലെ അന്തേവാസികൾ നിർമ്മിച്ച വിവിധ തരം കരകൗശല വസ്തുക്കളുടെയും ഭക്ഷ്യവിഭവങ്ങളുടെയും പ്രദർശനവും വിപണനവും ഇതോടൊപ്പം ഒരുക്കിയിട്ടുണ്ട്. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് പാലക്കാട് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേളയിലാണ് കേരള പ്രിസൺസ് ആൻഡ് കറക്ഷൻ സർവീസ് ഡിപ്പാർട്ട്മെന്റ് പാലക്കാട് ജില്ലാ ജയിലിന്റെ മാതൃക നിർമ്മിച്ചിട്ടുള്ളത്. വധശിക്ഷ നടപ്പിലാക്കുന്നതിനുള്ള സംവിധാനമായ തൂക്കുമരത്തിന്റെ മാതൃകയാണ് മേളയിലെത്തുന്നവരുടെയെല്ലാം ശ്രദ്ധയാകർഷിക്കുന്നത്. തൂക്കിലേറ്റുന്നതിന്റെ നടപടികൾ ഡമ്മിയുടെ സഹായത്തോടെ ലിവർ വലിച്ചു തന്നെ വിശദമാക്കി കൊടുക്കുന്നുണ്ട്. കൂടാതെ പ്രതികൾക്ക് താമസിക്കാനുള്ള സെല്ലും അതിനുള്ളിലെ സാമഗ്രികളും സ്റ്റാളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ജയിൽ വകുപ്പിന്റെ സേവനങ്ങളും ജയിലിന്റെ പ്രവർത്തനവും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് സ്റ്റാളിന്റെ ലക്ഷ്യം. ജയിലിലെ അന്തേവാസികൾ നിർമ്മിച്ച വിവിധതരം കരകൗശല വസ്തുക്കളുടെയും ഭക്ഷ്യവിഭവങ്ങളുടെയും പ്രദർശനവും വിപണനവും ഇതോടൊപ്പം ഒരുക്കിയിട്ടുണ്ട്. ഈ പ്രദർശന മേളയിൽ ജയിൽ വകുപ്പിന്റെ ഒരു സ്റ്റോള് ഇട്ടതിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത് ജയിൽ വകുപ്പിന്റെ സേവനങ്ങളെക്കുറിച്ച് പൊതുജനത്തിന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ അന്തേവാസികൾ നിർമ്മിച്ചിട്ടുള്ള വിവിധ കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുടിവെള്ളത്തിന്റെ പ്രാധാന്യവും ജലശുചീകരണ പ്രക്രിയകളും ലളിതമായി വിശദീകരിക്കുന്നതായിരുന്നു വാട്ടർ അതോറിറ്റിയുടെ സ്റ്റാൾ. പാലക്കാട് ബസ് സ്റ്റാൻഡിന് സമീപത്തെ മൈതാനത്ത് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ വാട്ടർ അതോറിറ്റിയുടെ എല്ലാ വീട്ടിലും കുടിവെള്ളം എന്ന ആശയം മുൻനിർത്തിയുള്ള ജലശുദ്ധീകരണ പ്ലാന്റിന്റെ മാതൃകയാണ് ജനശ്രദ്ധ ആകർഷിക്കുന്നത്. ഡാമുകളിൽ നിന്നോ മറ്റ് ജലലഭ്യ സ്ഥലങ്ങളിൽ നിന്നോ പമ്പ് ചെയ്യുന്ന വെള്ളം പമ്പ് ഹൗസിൽ നിന്നും കൺട്രോൾ സ്റ്റോറേജിലേക്ക് എത്തിക്കുകയും പിന്നീടുള്ള അതിന്റെ ശുദ്ധീകരണ പ്രവൃത്തികളുമാണ് വ്യക്തമായി ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ജലത്തിന്റെ ഒഴുക്ക് പോലും വളരെ വ്യക്തമായ കാഴ്ചാനുഭവം പോലെ ജലശുദ്ധീകരണ പ്ലാന്റിന്റെ മാതൃകയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജലശുദ്ധീകരണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ എങ്ങനെയാണെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഡാം അല്ലെങ്കിൽ പുഴയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തെടുക്കുന്നു. ആ പമ്പ് ഹൗസിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തത് ഫസ്റ്റ് എത്തുന്നത് ഇവിടെ നമ്മുടെ കൺട്രോൾ റൂമിലേക്കാണ്, കൺട്രോൾ സ്റ്റേഷനിലേക്കാണ് വരുന്നത്. അതിനുശേഷം എയറേറ്റർ എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരുന്നു. അപ്പോൾ അവിടെ വരുന്ന സമയത്ത് നമുക്ക് ഈ വെള്ളം കുറച്ചുകൂടെ ഓക്സിജനായിട്ട് മിക്സ് ചെയ്തിട്ട് ആ പൈപ്പിലൂടെ ആ ഫിൽറ്ററിലിട്ട്, ഫിൽറ്റർ ബെഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മണലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് വെള്ളം അതിലിട്ട് പോവാണ്. അപ്പം ഇങ്ങനെ വെള്ളം ഇത് എങ്ങനെയാണ് വാട്ടർ അതോറിറ്റി വെള്ളം ശുദ്ധീകരിച്ച് ലൈനിലേക്ക് പമ്പ് ചെയ്ത് കൊടുക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു പ്ലാന്റ്. അപ്പോൾ വാട്ടർ അതോറിറ്റിക്ക് എല്ലാ ഭാഗത്തും ഇതുപോലെ പ്ലാന്റുകൾ ഉണ്ട്. അപ്പോൾ അതാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ജലശുദ്ധീകരണ പ്ലാന്റിന്റെ മുന്നിലായി സ്ഥാപിച്ചിട്ടുള്ള പാത്രത്തിൽ തുടരെ വെള്ളം വീണുകൊണ്ടിരുന്നിട്ടും നിറയാത്തതും കാണികളിൽ കൗതുകം ഉണർത്തുന്നു. നാവിൽ കൊതിയൂർന്ന പാലക്കാടൻ പലഹാരങ്ങളുടെ കൂട്ടത്തിൽ മുൻപന്തിയിലാണ് കരിപ്പോട് മുറുക്കിന്റെ സ്ഥാനം. ഈ പരമ്പരാഗത രുചി മേളയിലെ താരമായിരുന്നു.
പാലക്കാട് ജില്ലയിൽ മുറുക്കു ഗ്രാമം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കരിപ്പോട്. പരമ്പരാഗതമായി കൈമാറിക്കിട്ടിയ കുലത്തൊഴിലായ മുറുക്കു നിർമ്മാണം കുടിൽ വ്യവസായമാക്കി വലിയ സംരംഭമാക്കി മാറ്റിയ കഥയാണ് പാലക്കാട്ടെ കരിപ്പോടിന് പറയാനുള്ളത്. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് പാലക്കാട് ബസ് സ്റ്റാൻഡ് മൈതാനത്ത് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ സ്റ്റാളുകളിൽ ശ്രദ്ധേയമാവുകയാണ് കരിപ്പോട് മുറുക്ക്. വലുതും ചെറുതുമായി 5 വ്യത്യസ്ത രുചികളിലാണ് കരിപ്പോട് മുറുക്ക് വിൽപ്പനയ്ക്കെത്തിയിട്ടുള്ളത്. കരിപ്പോട് മുറുക്കിൽ തന്നെ 4-5 തരത്തിൽ മുറുക്ക് ഉള്ളതാണ്. അതിൽ ഏറ്റവും മെയിനായിട്ട് പറയുന്നത് അരിമുറുക്കാണ്. അരിയും ഉഴുന്നും ചേർത്തുണ്ടാക്കുന്ന അരിമുറുക്ക്, പിന്നെ കടലമുറുക്ക്, പിന്നെ അതിലൂടെ തന്നെ അരിമുറുക്കിൽ തന്നെ എരിവുള്ള ചില്ലി ടൈപ്പ് അരിമുറുക്കുണ്ട്. പിന്നെ അതിൽ തന്നെ ചെറിയ മുറുക്കുകൾ, വലിയ മുറുക്കുകൾ, ഇപ്പോൾ കസ്റ്റമേഴ്സിന് ആവശ്യപ്രകാരം പലതരത്തിലുള്ള മുറുക്കും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. വ്യവസായ വകുപ്പിന്റെ സ്വയം തൊഴിൽ പദ്ധതിയിലൂടെ ആരംഭിച്ച മുറുക്ക് യൂണിറ്റ് മികച്ച വിജയമായ സംരംഭമാണ്. സർക്കാർ സഹായത്തോടെ 300-ലധികം മുറുക്ക് യൂണിറ്റുകൾ പാലക്കാട് ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതുവഴി സ്വയം തൊഴിൽ കണ്ടെത്താനും കൂടുതലായി സ്ത്രീകൾക്ക് ജോലി നൽകുവാനും സാധിക്കുന്നു എന്ന് കരിപ്പോട് മുറുക്കിന്റെ നിർമ്മാതാക്കളിൽ ഒരാൾ പറയുന്നു. കരിപ്പോട് മുറുക്ക് ഉൽപ്പാദിപ്പിക്കുന്നത് ഏകദേശം സ്ത്രീജനങ്ങളാണ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പോൾ എൻ്റെ യൂണിറ്റിൽ തന്നെ ഏകദേശം 6ഓളം സ്ത്രീജനങ്ങൾക്ക് ഒരു തൊഴിൽ കൊടുക്കുവാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കരിപ്പോട് മുറുക്കിൽ തന്നെ നമ്മൾ രണ്ട് തരത്തിൽ ചെയ്യുന്നുണ്ട്. അതായത് മെഷീനിലൂടെയും ചെയ്യുന്നുണ്ട്, പരമ്പരാഗത രീതി എന്നുള്ള രീതിയിൽ കൈമുറുക്കും നമ്മൾ ചെയ്തു വരുന്നുണ്ട്. കൃഷി രീതിയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ശേഷിയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുന്നതായിരുന്നു കൃഷി വകുപ്പിന്റെ സ്റ്റാൾ. എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ സ്റ്റാളുകളിൽ ശ്രദ്ധേയമാവുകയാണ് കാർഷിക വകുപ്പിന്റെ ഡ്രോൺ. നൂതന സാങ്കേതിക വിദ്യകൾ എങ്ങനെ കാർഷിക മേഖലയിൽ ഉപയോഗപ്പെടുത്താമെന്നതിന്റെ ഉദാഹരണം കൂടിയാണിത്. പാലക്കാട് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് കാർഷിക വകുപ്പിന്റെ സ്റ്റാളിലെ വലിയ ഡ്രോണാണ്. നെൽപ്പാടങ്ങൾക്ക് നടുവിലായി എന്ന പോലെ പ്രദർശിപ്പിച്ചിട്ടുള്ള ഡ്രോൺ നൂതന സാങ്കേതിക വിദ്യകളെ എങ്ങനെ കൃഷിക്കായി ഉപയോഗിക്കാമെന്നതിന്റെ ഉദാഹരണമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മളെ കാർഷിക മേഖലയിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള നൂതന പദ്ധതിയുമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നെൽകൃഷിയിൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള സൂക്ഷ്മമൂലകങ്ങളുടെ തളിച്ചുകൊണ്ട് കൃഷി നല്ല രീതിയിൽ ചെയ്യാനുള്ള ഒരു പദ്ധതിയാണ്. പരമ്പരാഗത രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതിൽ നിന്ന് മാറ്റി പുതിയ രീതിയിലുള്ള കൃഷി രീതികൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ സ്റ്റാൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. മറ്റൊന്നാണ് കതിർ ആപ്പ്. കർഷക സേവനങ്ങളെല്ലാം ഓൺലൈൻ വഴി ലഭ്യമാക്കാനുള്ള ആപ്ലിക്കേഷനാണിത്. കൃഷിഭവനിൽ പോകാതെ തന്നെ ഓൺലൈൻ വഴി കർഷകർക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ ഇതിലൂടെ നേടിയെടുക്കാം. നൂതന ആശയങ്ങളെ കൃഷിക്കാർക്ക് പരിചയപ്പെടുത്തുന്ന ഈ സ്റ്റാളിൽ തിരുവനന്തപുരത്തൊരുങ്ങുന്ന കാപ്കോയുടെ ചെറുമാതൃകയും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പഴയകാല മലയാള സിനിമയുടെ സുവർണകാലത്തേക്ക് ഒരു മടക്കയാത്ര. മേളയിലെ മിനി തിയേറ്റർ സിനിമ ആസ്വാദകർക്ക് അവിസ്മരണീയമായ ഒരു അനുഭവമാണ് സമ്മാനിച്ചത്. അന്താരാഷ്ട്ര തലത്തിൽ മലയാള സിനിമയിൽ അടയാളപ്പെടുത്തിയ 20ലധികം സിനിമകളാണ് പാലക്കാട് എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ അതിമനോഹരമായി ഒരുക്കിയ മിനി തിയേറ്ററിൽ നടക്കുന്നത്. കൊടിയേറ്റം, നിർമാല്യം, കുട്ടിശ്രാങ്ക്, പെരുന്തച്ചൻ, ഗോഡ്ഫാദർ, ഓപ്പോൾ തുടങ്ങി ചലച്ചിത്ര രംഗത്തെ മാസ്റ്റർ പീസുകളാണ് ഓരോ ദിനവും മിനി തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്നത്. പഴയ സിനിമയെ റീമാസ്റ്റർ ചെയ്ത് ദൃശ്യനിലവാരം വർദ്ധിപ്പിച്ച പതിപ്പുകളാണ് പ്രദർശിപ്പിക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. 4K റെസൊല്യൂഷനിൽ റീമാസ്റ്റർ ചെയ്ത സിനിമകളുടെ ഒരു പ്രദർശനമാണ് നമ്മൾ ഈ എക്സിബിഷനിൽ ചെയ്യുന്നത്. അതിൽ കൊടിയേറ്റം, നിർമാല്യം, പെരുന്തച്ചൻ, കുട്ടിശ്രാങ്ക് തുടങ്ങിയ നല്ല സിനിമകളുടെ ഒരു കളക്ഷൻ നമ്മളിവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പൊതുജനങ്ങൾക്ക് ഇത്തരം സിനിമകളുടെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകാൻ ഈ ഒരു പ്രദർശനം കൊണ്ട് സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. തങ്ങളുടെ കാലത്ത് തിയേറ്ററുകളിൽ കാണാൻ കഴിയാതെ പോയ സിനിമകൾ കാണുന്നതിലെ സന്തോഷം മുതിർന്നവർ പങ്കുവച്ചപ്പോൾ പരിചിതമല്ലാത്ത ഒരു കാലഘട്ടത്തിലെ കലാമൂല്യമുള്ള സിനിമകൾ തിയേറ്ററുകളിൽ കാണാൻ കഴിഞ്ഞതിലെ കൗതുകം ചെറുപ്പക്കാരും പങ്കുവച്ചു. റിലീസുകൾ തരംഗമാകുന്ന ഇക്കാലത്ത് മിനി തിയേറ്ററുകളിലൂടെ പുതിയ സിനിമാ തിയേറ്റർ സംസ്കാരത്തിന് തുടക്കമാകുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. ക്ഷീര കർഷകർക്ക് പുതിയ അറിവുകളും പ്രോത്സാഹനവും നൽകുന്നതായിരുന്നു ക്ഷീരവികസന വകുപ്പിന്റെ സ്റ്റാൾ.
സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് പാലക്കാട് ബസ് സ്റ്റാൻഡ് മൈതാനത്ത് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ ക്ഷീരവികസന വകുപ്പിന്റെ സ്റ്റാൾ വ്യത്യസ്തമാകുന്നത് പ്രദർശനത്തിനൊരുങ്ങിയിട്ടുള്ള മാതൃകകൾ കൊണ്ടാണ്. ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം വിശദീകരിക്കുന്ന മാതൃക സ്റ്റാളിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ പാൽ അളക്കുന്നത് മുതൽ പാലിന്റെ ഗുണമേന്മ പരിശോധിക്കുന്ന ലാബ് സൗകര്യങ്ങൾ വരെ മാതൃകയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിവിധയിനം തീറ്റപ്പുല്ലുകളും അവയുടെ കൃഷിരീതിയും ക്ഷീരവികസന വകുപ്പ് സ്റ്റാളിലുണ്ട്. അസോള മുതൽ പുതിയ ഇനം തീറ്റപ്പുല്ലുകൾ വരെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കന്നുകാലികൾക്ക് നമുക്കിപ്പോൾ മെയിൻ ആയിട്ട് വരുന്നത് ഒരു തീറ്റച്ചെലവാണ്. അതിൽ വരുന്നതാണ് അസോള. അസോള ഇതുപോലെ ഒരു അൺകൺവെൻഷണൽ ഫീഡാണ്. വീടുകൾ, ടെറസുകളിലോ അതുപോലെ തന്നെ ചെറിയ ഫോഡർ വലിയ രീതിയിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത കർഷകർക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു പായൽ ഇനത്തിൽ വരുന്ന ഒരു ചെടിയാണ് അസോള. കന്നുകാലികളുടെ തീറ്റ ചിലവുകൾ കുറയ്ക്കാനുള്ള രീതികളും ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് സ്റ്റാളിന്റെ ലക്ഷ്യം. ഇവയെല്ലാം ഏതാനും ചില സ്റ്റാളുകൾ മാത്രമാണ്. ഇവയ്ക്ക് പുറമെ തൊഴിൽ മേള, സംരംഭകർക്കുള്ള ഹെൽപ്പ് ഡെസ്കുകൾ, വിവിധ സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുന്ന കൗണ്ടറുകൾ, കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ബോധവൽക്കരണ ക്ലാസുകൾ, സൗജന്യ കൗൺസിലിംഗ് എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾ എന്റെ കേരളം മേളയുടെ ഭാഗമായിരുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും മേള സന്ദർശിക്കാനെത്തിയത്. യുവജനങ്ങൾക്കായി സംഘടിപ്പിച്ച തൊഴിൽ മേളയിൽ നിരവധി പേർക്ക് തൊഴിൽ സാധ്യതകൾ തെളിഞ്ഞു. സംരംഭകരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും മാർഗനിർദ്ദേശങ്ങളും ഇവിടെ നിന്ന് ലഭിച്ചു. പകൽ മുഴുവൻ അറിവും കൗതുകവും നിറഞ്ഞ കാഴ്ചകൾ കണ്ടുമടങ്ങുമ്പോൾ സായന്തനങ്ങൾ സംഗീത സാന്ദ്രമാക്കിയത് മേളയോടനുബന്ധിച്ച് ഒരുക്കിയ സാംസ്കാരിക പരിപാടികളായിരുന്നു. പ്രമുഖ കലാകാരന്മാർ അണിനിരന്ന സംഗീത വിരുന്നുകളും നാടൻ കലാരൂപങ്ങളുടെ അവതരണങ്ങളും നൃത്ത ചുവടുകളും മേളയുടെ ഓരോ ദിവസത്തെയും അവിസ്മരണീയമാക്കി. കുടുംബസമേതം മേളയിൽ എത്തിയവർക്ക് ഇതൊരു ഉത്സവ പ്രതീതിയാണ് സമ്മാനിച്ചത്. ഓരോ സ്റ്റാളിലും അനുഭവപ്പെട്ട ജനത്തിരക്ക് ഈ മേളയോടുള്ള പാലക്കാടുകാരുടെ വലിയ സ്വീകാര്യതയാണ് വിളിച്ചോടിയത്. 7 രാപ്പകലുകൾ പാലക്കാടിന് ഉത്സവ ഛായ പകർന്നു നൽകിയ എന്റെ കേരളം പ്രദർശന വിപണന മേള മെയ് 10 സമാപിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മേളയിൽ വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും 250ഓളം സ്റ്റാളുകളായിരുന്നു പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഓരോ സ്റ്റാളും വ്യത്യസ്തമായ അനുഭവമാണ് കാഴ്ചക്കാർക്ക് സമ്മാനിച്ചത്. അതിർത്തിയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സമാപന സമ്മേളനവും മറ്റു പരിപാടികളും ഒഴിവാക്കിയിരുന്നു. എന്റെ കേരളം എന്ന പേര് അനർത്ഥമാക്കുന്നതായിരുന്നു പാലക്കാട് നടന്ന ഈ പ്രദർശന വിപണന മേള. ഇത് കേവലം ഒരു മേളയായിരുന്നില്ല, മറിച്ച് കേരളത്തിന്റെ കൂട്ടായ്മയുടെയും അതിജീവനത്തിന്റെയും മുന്നോട്ടുള്ള പ്രയാണത്തിന്റെയും നേർക്കാഴ്ചയായിരുന്നു. സർക്കാരും ജനങ്ങളും കൈകോർക്കുമ്പോൾ അസാധ്യമായ ഒന്നുമില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ട് പാലക്കാടിന്റെ ഈ ഉത്സവ ദിനങ്ങൾ വരും വർഷങ്ങളിലേക്കുള്ള ഊർജം പകർന്നു നൽകുന്നു.